അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ പശ്ചാത്താപം ഇഷ്ടമാണ്. അവൻ കരുണ ചെയ്യുന്ന ആളാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് പശ്ചാത്താപം ചെയ്യുന്നത് പാപം ചെയ്യുന്നവർ മാത്രമാണെന്ന്. അങ്ങനെയല്ലല്ലോ. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപം ചെയ്യാതിരിക്കെ തന്നെ തിരുമേനി ഒരുപാട് പാപമോചനം ചോദിച്ചല്ലോ. മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ അക്സറൻ നാസി ദുനൂബൻ അഖല്ലുഹും ഇസ്തിഗ്ഫാറ വഅക്സറുഹും ഇസ്തിഗ്ഫാറൻ അഖല്ലുഹും ദുനൂബ. പശ്ചാത്താപം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിലൊരുപാട് നന്മകളുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉദ്ധരണി വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം, പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട് പറഞ്ഞു അത്രേ, ഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുക, അവൻ പാപമോചനം തരുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അവൻ നിങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും. നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് ചോദിച്ചാൽ. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്ത് തരും, മക്കളെ തരും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് മനോഹരമായി ഒഴുകുന്ന അരുവികളും തോട്ടങ്ങളും കൃഷിയിടങ്ങളും അവൻ ഒരുക്കിത്തരും. നിങ്ങൾ പശ്ചാത്താപം ശീലമാക്കിയാൽ, അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചാൽ. പാപമോചനം ചോദിക്കും തോറും നമ്മുടെ പാപങ്ങൾ കുറയുകയാണ്. അതാണ് ബക്ർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന ആളുകൾ സത്യത്തിൽ ഏറ്റവും കുറച്ചു മാത്രം പാപമോചനം ചെയ്യുന്നവരാണ്. അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാത്തവരാണ് കൂടുതൽ തെറ്റുള്ളവർ. എന്നാൽ വഅക്സറുഹും ഇസ്തിഗ്ഫാറൻ അഖല്ലുഹും ദുനൂബ, വളരെ കൂടുതലായി പാപമോചനം ചെയ്യുന്നവരും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരും വളരെ കുറച്ചു മാത്രം തെറ്റുള്ളവരായിരിക്കും. പാപമോചനങ്ങളുടെ വിഷയത്തിൽ, തൗബയുടെ വിഷയത്തിൽ വളരെ മുൻഗാമികളായ ആളുകളുടെ ചില വളരെ ശ്രദ്ധേയമായ ചില വാക്കുകൾ ഓർമ്മ വരികയാണ്. ഫുദൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു തആല അൻഹു തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു ശ്രേഷ്ഠമായ ഒരു ഉദ്ധരണിയുണ്ട്. എല്ലാ രാത്രിയിലും, രാത്രി ഇരുൾമുറ്റി വീഴുമ്പോ, എല്ലാം അള്ളാഹുവിന്റെ മറയിലേക്ക് വരുമ്പോ, സർവേശ്വരനായ സൃഷ്ടാവ് അള്ളാഹു തആല വിളിച്ചു പറയുമത്രേ, മൻ അഅലമു മിന്നി ജൂദാ, എന്നെക്കാളും ഔദാര്യം ചെയ്യുന്നവൻ ആരുണ്ട്? ജനിച്ചു വീഴുന്നത് മുതൽ, ജനനം നടക്കുന്നത് മുതൽ മരണം വരേക്കും നമ്മുടെ മൂക്കിലൂടെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അടക്കം സൃഷ്ടാവായ തമ്പുരാന്റെ ഔദാര്യമല്ലയോ? എന്നെക്കാളും ഔദാര്യമുള്ളവൻ ആരാണ്? വൽ ഖലായിഖു ആസൂന വഅന ലഹും മുറാഖിബ്, എന്റെ സൃഷ്ടികളെല്ലാം പാപം ചെയ്യുന്നുണ്ട്, ഞാൻ അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും ഞാൻ അവർക്ക് ദാനം ചെയ്യുന്നു, അവർക്ക് അന്നം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അകലൗഹും ഫീ മലാജിഇഹിം കഅന്നഹും ലം യഅസൂനി, ഞാൻ അവരെ അവരുടെ കിടപ്പറകളിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നു. ഓരോ ദിവസത്തെയും അവരുടെ കർമ്മങ്ങൾ കഴിഞ്ഞ് അവർ വിശ്രമിക്കാൻ പോകുന്നു. കഅന്നഹും ലം യഅസൂനി, അവരെന്നെ തെറ്റ് ചെയ്യാത്ത പോലെയുണ്ട് അവരുടെ നാട്യം കാണുമ്പോൾ. ഞാൻ അറിയുന്നുണ്ട് അവർ തെറ്റ് ചെയ്തത്, എന്നാലും അവർക്ക് ഞാൻ കിടന്നുറങ്ങാൻ അവസരം കൊടുക്കുന്നുവല്ലോ. വതവല്ല ഹിഫ്ളഹും കഅന്നഹും ലം യുദ്നിബു, ഞാൻ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നുവല്ലോ, അവരാരും എന്നെ ധിക്കരിക്കാത്ത പോലെ. അവരെന്നെ ധിക്കരിച്ചവരാണ്, എന്നാലും ഞാനത് അവരോട് കാണിക്കുന്നില്ല. അള്ളാഹു ഓരോ രാത്രിയിലും വിളിച്ചു പറയുകയാണത്രേ, അജൂദു ബിൽ ഫദ്ലി അലൽ ആസി, പാപം ചെയ്യുന്ന ആൾക്ക് ഞാൻ എന്റെ ഔദാര്യം നൽകുന്നുണ്ട്. വതഫദ്ദലു അലൽ മുസീ, എന്നിൽ നിന്നും അകന്നു ജീവിക്കുന്ന ആളുകൾക്ക് ഞാൻ എന്റെ കരുണയുടെ ദാനം അവർക്ക് ചെയ്യുന്നുണ്ട്. അള്ളാഹു ഓരോ രാത്രിയിലും വിളിച്ചു പറയുകയാണത്രേ, മൻ ദല്ലദീ ദഅാനി ഫലം അസ്മഅ ഇലൈഹി, എന്നെ വിളിച്ചിട്ട് മനസ്സറിഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥന കേൾക്കാത്തവരായി ആരുണ്ട്? മൻ ദല്ലദീ സഅലനി ഫലം അഅതി, എന്നോട് ചോദിച്ചിട്ട് കൈയുയർത്തിയിട്ട് ഞാൻ കൊടുക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എന്റെ വാതിൽക്കൽ വന്ന് മുട്ടുകുത്തിയിട്ട് ഞാൻ കൊടുക്കാത്തവരുണ്ടോ? അനൽ ഫദ്ൽ വമിന്നിൽ ഫദ്ൽ, ഞാനാണ് ഔദാര്യം, എന്നിൽ നിന്നാണ് ഔദാര്യം. അനൽ ജവാദ് വമിന്നിൽ ജൂദ്, ഞാനാണ് ഔദാര്യവാൻ, ദാനം ചെയ്യുന്നവൻ, എന്നിൽ നിന്നാണ് ദാനം. അനൽ കരീമു വമിന്നിൽ കറം, ഞാനാണ് ഏറ്റവും വലിയ മാന്യൻ, എന്നിൽ നിന്നാണ് മാന്യതയും ദാനവും. വമിൻ ഖറമി
എന്റെ ഔദാര്യമാണ് അൻ അഗ്ഫിറ ലിൽ ആസി ബഅദൽ മആസി, പാപങ്ങൾ ചെയ്തതിന്റെ ശേഷം പാപിക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നത്. വമിൻ ഖറമി അൻ ഉഅതി തൈബ കഅന്നഹു ലം യഅസിനി, ഞാൻ എന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവൻ എന്നോട് ആ ഒരു തെറ്റ് ചെയ്യാത്ത പോലെ എന്നേക്കുമായി ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. ഇതെന്റെ ഔദാര്യമാണ്. ഫഅൈന അന്നി തഹ്റുബുൽ ഖലായിഖ്, എന്നെ വിട്ട് എങ്ങോട്ടാണ് സൃഷ്ടികൾ ഓടുന്നത്? വഅൈന അൻ ബാബി യതനഹൽ ആസൂൻ, പാപികൾ എന്റെ വാതിൽക്കൽ വരാതെ എങ്ങോട്ടാണ് പിന്നെ അവർ ഓടിപ്പോകുന്നത് എന്ന് ഓരോ രാത്രിയിലും അല്ലാഹു ജല്ല ജലാലു വിളിച്ചു പറയുന്നുവെന്ന് മഹാനായ ഫുളൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു